എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് 25-ാം തീയതി നമ്മൾ കാത്തിരുന്ന ഒരു ഹിയറിംഗിന്റെ ഡേറ്റ് ആയിരുന്നു. നമ്മുടെ ബഡ്സ് കേസുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിന്റെ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനും ഇന്നത്തെ അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കേസ് തുടക്കത്തിൽ തന്നെ ഇന്നത്തെ കേസ് വിധി പറയാൻ വേണ്ടിയിട്ട് 27-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് കോർട്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് ഒരു ചെറിയൊരു വീഡിയോ വിവരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ഹിയറിംഗ് സമയത്ത് ഇന്നത്തെ ദിവസത്തോട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൂടുതലായിട്ട് സമർപ്പിക്കാനുണ്ട് എന്ന രൂപത്തിലോട്ട് പി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് ഒരു ടൈം കൊടുക്കുകയാണ് കഴിഞ്ഞ ഒരു ഹിയറിംഗിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് 25-ാം തീയതിയിലോട്ട് കാര്യങ്ങൾ എത്തി നിന്നത്. അപ്പോൾ ഇന്ന് അവരുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, അത് സമർപ്പിച്ചു. പക്ഷേ നമ്മുടെ വക്കീല് വളരെ പവർഫുൾ ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഗണ്ണിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു വലിയൊരു ഡിബേറ്റ് ആണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് അറിയാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രൂപത്തിലുള്ള വാദങ്ങൾ അവിടെ കുറച്ച് സമയം തന്നെ അതിനുവേണ്ടി എടുത്തു എന്നുള്ളതാണ് വലിയൊരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇനി വരാൻ പോകുന്നത് വിധി പറയലാണ്. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു, സമർപ്പിക്കാനുള്ള ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നീതിന്യായ കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏതൊരു കേസിന്റെയും വിധി പറയുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും സന്തോഷമുള്ള ദിവസം. എന്താകും എന്നൊരു കാഴ്ചപ്പാടാണ് എല്ലാവരും നോക്കി നിൽക്കുക. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സാധ്യതകൾ പറയാം. നമ്മൾ എങ്ങനെ പറഞ്ഞാലും നമുക്ക് അനുകൂലമായിട്ടല്ലാണ്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ചാഞ്ചാട്ടം, ഒരു ആഞ്ചൽ പോലും ഉണ്ടെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ അത്രയും കണ്ണിങ് ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയതും ഈ ഒരു സംവിധാനം ഇവിടെ നിലനിന്ന് പോയതും. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരാൾക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു 10 ലക്ഷോളം വരുന്ന ആളുകൾക്ക് അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രം ഒരു 5, 6 അല്ലെങ്കിൽ 10 FIR അല്ലാതെ ഒരു തരത്തിൽ ആർക്കും തന്നെ പരാതി ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ വളരെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങൾ 27 നാളെ ഇലക്ഷനാണ്, എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന 27 ഒരു ജഡ്ജ്മെന്റ് ആണ് തീർച്ചയായിട്ടും വരാനിരിക്കുന്നത്. ആ ജഡ്ജ്മെന്റ് നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. നമ്മുടെ ദിവസങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കറക്റ്റ് അതിൻ്റെതായ സമയത്ത് നമുക്ക് എത്തിച്ചേരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരുന്നത്. അപ്പോൾ എല്ലാവരും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ എല്ലാം തന്നെ തുടരുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കട്ടെ. എന്തായാലും ഇന്നത്തെ ഒരു വാദവും കാര്യങ്ങളും ഇന്നത്തെ ജഡ്ജ്മെന്റിന് വേണ്ടി മാറ്റിവെച്ച കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആരും തന്നെ ഇത്തരം ജഡ്ജ്മെന്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് മറ്റുള്ളവരിലേക്ക് പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ വിധി വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയാണ് എന്ന രൂപത്തിലോട്ട് ഒരു പ്രസ്താവനകൾ ഇറക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാത്തിനും പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലോട്ട് നമ്മുടെ പേയ്മെന്റും റീപേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്തോട്ടാണ് ഈ ഒരു മൊത്തത്തിലുള്ള ഹൈറ്റ്സിന്റെ ഇഷ്യൂവിൽ നമുക്കൊരു പൂർണ്ണത വരത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് കണക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് ഹൈക്കോർട്ടിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാനുള്ള അവസരങ്ങളും നിയമസാധ്യതകളൊക്കെ നിലനിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ കയ്യിൽ തെറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള പ്രശ്നമില്ല എന്ന് മനസ്സിലോട്ട് നമ്മൾ എടുക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഏതൊരു സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഇതൊരു നിയമ പോരാട്ടമാണ്. ഈ നിയമ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടെ സപ്പോർട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഷീൽഡ് തരുന്നത്. ഈ ഷീൽഡ് പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. നമ്മുടെ ഈ ഒരു ഈ ഒരു കൂട്ടം നമ്മൾ ആ കൂട്ടമായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് 27-ാം തീയതിയിലോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. താങ്ക് യു സോ മച്ച്.